ഹായ്, എൻ്റെ പേര് മെറിൻ. ബൈ പ്രൊഫഷൻ ഞാൻ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറാണ്. ഇപ്പോൾ ഗോഡ് സ്പീഡിൻ്റെ ഹെൽപ്പോടുകൂടി ഈ വരുന്ന 2026 ഫെബ്രുവരി ഇൻടേക്കിലേക്ക് എനിക്ക് QUT ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ഓസ്ട്രേലിയയിലേക്ക് അഡ്മിഷൻ ശരിയായിട്ടുണ്ട്, സ്റ്റുഡൻറ്റ് വിസ. എൻ്റെ ഒരു ബേസിൽ സാജു. ഞാൻ മെറിൻ്റെ ഹസ്ബൻഡാണ്. ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്. എനിക്കും വിസ കിട്ടിയിട്ടുണ്ട്, ഡിപ്പെൻഡൻറ്റ് വിസ. സോ നമുക്ക് രണ്ടുപേർക്കും ഉള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, നമ്മൾ ഈ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ രണ്ടുപേർക്കും ഒരുമിച്ച് ഫ്ലൈ ചെയ്യുന്ന രീതിയിലൊരു സ്റ്റുഡൻറ്റ് വിത്ത് ഡിപ്പെൻഡൻറ്റ് വിസ അറ്റ് എ ടൈം തന്നെ ഗ്രാൻറ്റ് കിട്ടുന്ന ഒരു രീതിയിൽ അപ്ലൈ ചെയ്യണം എന്നായിരുന്നു. പക്ഷെ നമ്മളത് പല സ്ഥലത്തും ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂസാണ് കിട്ടിയത്. പക്ഷേ ഗോഡ് സ്പീഡ് മാത്രമാണ് നമ്മുടെ ഈ ഒരു ആഗ്രഹത്തിനെ ചേർത്ത് പിടിച്ച് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ഒപ്പത്തിന് ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്തിപ്പോൾ ദൈവകൃപയാലും ഇവരുടെ ഒത്തിരി സപ്പോർട്ടാലും ഞങ്ങൾക്ക് കപ്പിൾ വിസ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സോ ഗോഡ് സ്പീഡിൻ്റെ കൂടെയുള്ള ഞങ്ങളുടെ ഒരു ജേണി എന്ന് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ടൈം ഇനീഷ്യലി ഞങ്ങൾ കുറച്ചധികം കൺസേൺഡ് ആയിരുന്നു. കാരണം രണ്ടു പേർക്ക് അറ്റ് എ ടൈം ഫ്ലൈ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കപ്പിളായിട്ട് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഏത് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാം, അങ്ങനെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി സെലക്ഷൻ എന്ന് പറയുന്ന ഏറ്റവും ഇനീഷ്യൽ പ്രോസസ്സ് തൊട്ട് ഗോഡ് സ്പീഡ് ഞങ്ങളുടെ ഒപ്പത്തിനൊപ്പം നിന്നു. അവരുടെ കോൺസ്റ്റൻറ്റ് സപ്പോർട്ട് അത് ഞങ്ങൾ രണ്ടുപേരെയും മെൻ്റലി സപ്പോർട്ട് ചെയ്തു, ഒത്തിരി ഹെൽപ്പ് ചെയ്തു. പ്രോസസ്സിങ് ടൈമിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് ഡോക്യുമെൻറ്റേഷൻ. അത് ഓസ്ട്രേലിയനെ സംബന്ധിച്ചത് ഏറ്റവും നന്നായിട്ട്, ഏറ്റവും ആപ്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അവിടെയാണ് നമുക്കൊരു വീഴ്ച സംഭവിക്കുക. പക്ഷേ ആ ഒരു സ്റ്റേജിൽ നമ്മുടെ കൂടെ തിക്കാൻ തിന്നിൽ കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നത് പോലെ ത്രൂ ഔട്ട് ഇവർ നമ്മുടെ കൂടെ ഹെൽപ്പിനുണ്ടായിരുന്നു. ഇവരുടെ ഒരു 5310 പ്രോസസ്സ് വഴി ഈച്ച് ആൻഡ് എവറി വേർഡ് അവർ ചെക്ക് ചെയ്ത് അത് അനലൈസ് ചെയ്താണ് അവർ ഫൈനലായിട്ട് ഏറ്റവും നല്ല രീതിയിലാണ് അവരത് എംബസിക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് നമ്മുടെ ഈ ഒരു പ്രോസസ്സിംഗ് കൂടെ വന്നപ്പോൾ മനസ്സിലായി. നമ്മൾ ഏത് സമയത്ത് എന്ത് പ്രോബ്ലത്തിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിലൊരു ഫൈൻ സൊല്യൂഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ അത് ചെയ്താലോ ഇത് ചെയ്താലോ അങ്ങനെയല്ല, കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നമുക്ക് കിട്ടും എന്ന് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ അറ്റ് എ ടൈം നമുക്ക് ഒരാളെ മാത്രമായിട്ടല്ല കോൺടാക്ട്സ് തരുന്നത്. ഇപ്പോൾ ഇൻ കേസ് ഒരാളെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ പോലും നമ്മുടെ ഹെൽപ്പിന് വേണ്ടിയിട്ടൊരു 4 to 5 ആൾക്കാർ തന്നെ അറ്റ് എ ടൈം എപ്പോഴും കാണും. പിന്നെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഈ ഒരു ജേർണിയിൽ സപ്പോർട്ട് ചെയ്തേക്കുന്നത് ഗോഡ് സ്പീഡ് തന്നെയാണ്. പിന്നെ ഈ ഒരു സ്റ്റേജിൻ്റെ ഇടയിൽ ഞങ്ങൾക്കും കുറേ ഡൗട്ട്സ് വരും. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ കൂടെ റൺ ചെയ്യണത്. സോ ആ സമയത്ത് എന്ത് ഡൗട്ട്സ് വന്നു കഴിഞ്ഞാലും ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യും ഇവർ ഞങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഗൈഡ് ലൈൻസും കോൺസ്റ്റൻറ്റ് സപ്പോർട്ടും എല്ലാം തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡെഡ് ലൈൻസ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ അവർ നമ്മുടെ അടുത്ത് ഇൻഫോം ചെയ്ത് അതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ റിക്വയർമെൻ്റുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാനുള്ള ആ ഒരു ടൈം ലൈൻ നമുക്ക് എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ യൂണിവേഴ്സിറ്റി, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യൂണിവേഴ്സിറ്റി സെലക്ഷൻ തൊട്ട് ഇത് ഇവിടം വരെ വന്ന് നിൽക്കുന്ന ഈ ഒരു സ്റ്റേജ് വരെ കംപ്ലീറ്റ് അവർ ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എന്തൊക്കെയാണ് വേണ്ടത്, അത് എത്ര എണ്ണം വെച്ച് വേണം, അല്ലെങ്കിൽ എങ്ങോട്ടേക്ക് ഇതെല്ലാ കാര്യത്തിനും അവരുടെ കയ്യിലൊരു ഫൈനൽ സൊല്യൂഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മളും കോൺസ്റ്റൻ്റ് ആയിട്ട് അവരുടെ ഒപ്പം നിൽക്കുക, അവരും നമ്മുടെ ഒപ്പം തന്നെ എന്തായാലും കട്ടയ്ക്ക് നിൽക്കും എന്ന് ഉറപ്പുണ്ട്. സോ താങ്ക് യു ഫോർ ദ എൻ്റയർ ടീം ഗോഡ് സ്പീഡ്. താങ്ക് യു. 16 years of excellence. Godspeed Migration and Study Abroad Experts.